എല്ലാ കൂട്ടുകാർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. എൻ്റെ കുക്കിങ്ങും ദിനചര്യകൾക്കുമൊപ്പം നിങ്ങൾക്ക് ഉപകാരപ്പെടുന്ന ചില അറിവുകൾ പങ്കുവെക്കാനാണ് ഈ വീഡിയോ. പറയുന്ന കാര്യങ്ങൾ മാത്രം ശ്രദ്ധിക്കുക. വിഷ്വൽസ് ശ്രദ്ധിക്കേണ്ടതില്ല. എഡ്യൂക്കേഷണൽ പർപ്പസ് മാത്രം ഉദ്ദേശിച്ചുള്ള ഈ വീഡിയോ കല്യാണം കഴിച്ചവർ മാത്രം കാണാൻ ശ്രമിക്കുക. വീഡിയോ ഉപകാരപ്രദമാണ്, മറ്റുള്ളവരും അറിയേണ്ടതാണ് എന്ന് തോന്നുന്നുവെങ്കിൽ ഷെയർ ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ മടിക്കരുത്. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് കടക്കാം. ഉറ്റ ചങ്ങാതിയോട് പോലും പറയരുതാത്ത ഈ 6 കാര്യങ്ങൾ, അതെ, ഇത് നിങ്ങളുടെ ബന്ധത്തെ തല്ലിപ്പിരിക്കും. ഇതാണ് ഇന്നത്തെ വീഡിയോയിൽ നിങ്ങൾക്ക് ഷെയർ ചെയ്യുന്നത്. അതെ, ഒരിക്കൽ തകർന്നാൽ പിന്നെ ജീവിതകാലം മുഴുവൻ ഖേദിക്കേണ്ടി വരും. സുഹൃത്ത് ബന്ധവും അത്തരത്തിലുള്ള ഒന്നാണ്. നിങ്ങളിത് പാലിച്ചില്ലെങ്കിൽ അത് നശിച്ചു പോയേക്കാം. ഉറ്റ സുഹൃത്തുക്കളുള്ളവരിൽ ഭൂരിഭാഗ പേരും തീർച്ചയായും അവരുടെ കാര്യങ്ങൾ സുഹൃത്തുക്കളോട് പങ്കിടുന്നു. എന്നാൽ ചില കാര്യങ്ങൾ ഉറ്റ സുഹൃത്തുമായി പോലും പങ്കുവെക്കാൻ പാടില്ലെന്നാണ് പറയുന്നത്. ഇനി എത്ര വലിയ ചങ്ങാതിയാണെങ്കിൽ പോലും അവരോട് ചില കാര്യങ്ങൾ പറയുന്നതിൽ നിന്ന് വിട്ടു നിൽക്കണം. അത്തരം ചില കാര്യങ്ങൾ ഇനി പറയാം. അതിലൊന്നാമതായി, പങ്കാളിയെക്കുറിച്ചുള്ള തെറ്റായ കാര്യങ്ങൾ. ഒരു സൗഹൃദ ബന്ധത്തിൽ സുഹൃത്തുക്കൾ തമ്മിൽ എല്ലാ കാര്യങ്ങളും പങ്കുവെക്കണം എന്നുള്ളത് ശരിയാണ്. എന്നാൽ നിങ്ങളുടെ ബന്ധവുമായി എല്ലാ കാര്യങ്ങളും അവരോട് പറയുന്നത് തെറ്റാണ്. ഇത് നിങ്ങളുടെ സുഹൃത്തിനും പങ്കാളിക്കും ഇടയിൽ ഒരു നെഗറ്റിവിറ്റി സൃഷ്ടിക്കും. ഭാര്യ ഭർത്താക്കന്മാർ തമ്മിലുള്ള തർക്കം ഒരിക്കലും മൂന്നാമതൊരാളോട് പറയരുത്. അത് ശ്രദ്ധിക്കാത്തവർ പിന്നീട് പശ്ചാത്തപിക്കും. കാരണം എപ്പോൾ വേണമെങ്കിലും അവർ നമ്മുടെ വഴക്ക് മുതലെടുക്കും. രണ്ടാമതായി, മറ്റൊരാളുടെ രഹസ്യം. നിങ്ങൾക്ക് മറ്റൊരാളുടെ രഹസ്യം അറിയാമെങ്കിൽ നിങ്ങളുടെ സുഹൃത്തിന് അവനുമായി ബന്ധമുണ്ടെങ്കിൽ ആ രഹസ്യം അബദ്ധവശാൽ പോലും അവരോട് വെളിപ്പെടുത്തരുത്. നിങ്ങളുടെ ഈ തെറ്റ് അവരുടെ ബന്ധത്തിൽ പ്രശ്നങ്ങൾ സൃഷ്ടിക്കാം. ഒരു സുഹൃത്ത് എത്ര പ്രത്യേക വ്യക്തിയാണെങ്കിലും ഇത്തരം രഹസ്യം അവരുമായി പങ്കിടരുത്. മൂന്നാമതായി, സുഹൃത്തിന്റെ കുടുംബത്തെ പറ്റി. അതെ, നിങ്ങളുടെ സുഹൃത്തിന്റെ കുടുംബത്തെക്കുറിച്ച് ഒരിക്കലും മോശമായി സംസാരിക്കരുത്. അവൻ തന്റെ കുടുംബത്തെക്കുറിച്ച് എന്തെങ്കിലും പറഞ്ഞാൽ പോലും അവനെ പോസിറ്റീവ് ആക്കാൻ ശ്രമിക്കുക. ഇതുകൂടാതെ കുടുംബാംഗങ്ങളെ കളിയാക്കരുത്. കാരണം ഇതും നിങ്ങളിൽ നെഗറ്റിവിറ്റി നിറഞ്ഞൊരു അന്തരീക്ഷമാണ് സൃഷ്ടിക്കുന്നത്. അടുത്തതായി, മറ്റു സുഹൃത്തുക്കളെ കുറിച്ചുള്ള മോശം കാര്യം. നിങ്ങളും നിങ്ങളുടെ സുഹൃത്തും പലപ്പോഴും മറ്റു സുഹൃത്തുക്കളെ കുറിച്ച് സംസാരിച്ചേക്കാം. എന്നാൽ മറ്റുള്ളവരെ കുറിച്ച് മോശമായി സംസാരിക്കരുത്. നിങ്ങളുടെ മറ്റു സുഹൃത്തുക്കളെ കുറിച്ച് ഒരിക്കലും മോശമായി സുഹൃത്തുക്കളോട് സംസാരിക്കരുത്. നിങ്ങൾ പറയുന്നത് എന്തും നിങ്ങൾക്ക് തന്നെ തിരിച്ചടിയാകുമെന്നും നിങ്ങളുടെ സുഹൃത്തുക്കളുടെ ജീവിതത്തിന്റെ സ്വകാര്യതയെ മാനിക്കേണ്ടതാണെന്നും മനസ്സിലാക്കുക. അടുത്തതായി, അവരുടെ രൂപത്തെ അപമാനിക്കുന്ന കാര്യങ്ങൾ. ഉറ്റ ചങ്ങാതിമാർ പരസ്പരം കളിയാക്കുന്നത് അസാധാരണമല്ല. എങ്കിലും കാഴ്ചയുടെ കാര്യം വരുമ്പോൾ ശ്രദ്ധാപൂർവം പറയുക എന്നത് നിർണായകമാണ്. നിങ്ങളുടെ സുഹൃത്തിന്റെ രൂപത്തെ ഒരിക്കലും അപമാനിക്കരുത്. അത് എത്ര നിരുപദ്രവകരമാണെന്ന് തോന്നിയാലും അത് അവരുടെ ആത്മാഭിമാനത്തെ തളർത്തും. അവരുടെ ബാഹ്യരൂപത്തെ നിങ്ങൾ ഒരിക്കലും കളിയാക്കി സംസാരിക്കരുത്. അടുത്തതായി, ദാനം. അതെ, രഹസ്യദാനത്തിന്റെ പ്രത്യേക പ്രാധാന്യം നമ്മുടെ വേദങ്ങളിൽ പറഞ്ഞിട്ടുണ്ട്. രഹസ്യമായി ദാനം ചെയ്യുന്നവർക്ക് അക്ഷയപുണ്യത്തിൽ ദേവീദേവന്മാരുടെ അനുഗ്രഹം ലഭിക്കുമെന്നാണ് വിശ്വാസം. മറ്റുള്ളവരോടൊക്കെ പറഞ്ഞ് ദാനം ചെയ്താൽ അതിന്റെ പൂർണ്ണ ഫലം നിങ്ങൾക്ക് കിട്ടില്ല കേട്ടോ. അപ്പോൾ മറ്റൊരു വീഡിയോയിലൂടെ വീണ്ടും കാണാം. അതുവരേക്കും ബൈ.